റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം. റേസ് ടു സക്സസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് റേസ് ടു സക്സസിൽ ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. നമ്മൾ പൊതുവെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവുന്ന സമയത്ത്, ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പറയുന്നൊരു കാര്യമാണ് അയ്യോ എൻ്റെ ദൈവമേ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഓ മൈ ഗോഡ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. എന്താണ് ശരിക്കും ഈ ഒരു എൻ്റെ ദൈവമേ അല്ലെങ്കിൽ ഓ മൈ ഗോഡ് എന്ന് അതിൻ്റെ ഒരു അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് റേസ് ടു സക്സസിൽ നമ്മളോടൊപ്പം ചേരുന്നു, എന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാറുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മഹാദേവൻ പിള്ള സർ സ്വാഗതം. നമസ്കാരം. എൻ്റെ ദൈവമേ അല്ലെങ്കിൽ ഓ മൈ ഗോഡ് നമ്മളെപ്പോഴും പറയാറുള്ള, ദിവസത്തിൽ ഒരു 1-2 വട്ടമെങ്കിലൊക്കെ നമ്മൾ പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. എന്താണ് ഈ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഞെട്ടലുണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഈ ഉപയോഗിക്കുന്ന ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും? അത് ദൈവത്തെ വിളിക്കുകയാണോ, അതോ അതങ്ങനെ കാലാകാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണോ, എന്താണ്? ഈ എൻ്റെ ദൈവമേ അഥവാ തത്തുല്യമായിട്ട് ഓ മൈ ഗോഡ്, അല്ലെ പടച്ചോനെ, അല്ലെ പടച്ച തമ്പുരാനെ, അള്ള, കർത്താവേ, എൻ്റെ കർത്താവേ, ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ശീലമാണ്. പക്ഷേ ആ ശീലം വ്യക്തികളുടെ ബാല്യത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരാൾ ജനിച്ചു വളർന്ന സംസ്കാരത്തിൽ അവരുടെ കുടുംബങ്ങളിൽ ദൈവവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആ കുടുംബങ്ങളിൽ നിന്ന് പകർന്നു കിട്ടുന്ന ഒരു വാക്കാണിത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ സ്വകാര്യമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ പലപ്പോഴും ഞാൻ ദീർഘശ്വാസം വലിക്കുന്ന സമയത്ത് അയ്യപ്പ എന്ന് പറയും. ആണോ? പക്ഷെ ഞാനൊരു അയ്യപ്പ ഭക്തനൊന്നും അല്ല. പക്ഷെ അത് ചെറുപ്പത്തിൽ എവിടെ നിന്നോ കിട്ടിയതാണത്. ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ആരിൽ നിന്നെങ്കിലും പകർന്ന് കിട്ടിയത്. ഇപ്പോഴും ആ ശീലം എന്നിൽ നിന്ന് മാറിയിട്ടില്ല. ചിലപ്പോൾ ഇപ്പോൾ വലിയ ഒരു അധ്വാനത്തിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുമ്പം അയ്യപ്പ എന്ന് പറഞ്ഞിട്ടൊന്ന് റിലാക്സ് ചെയ്യും. കേൾക്കുന്നവർ വിചാരിക്കും ഞാൻ അയ്യപ്പ ഭക്തനാണ്. പക്ഷെ അതൊരു ഫ്രേസിയോളജി പോലെ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. അപ്പോൾ എൻ്റെ ദൈവമേ അല്ലെങ്കിൽ ഈശ്വര എന്നൊക്കെ വിളിക്കുന്നത്, അല്ലെ പടച്ചോനെ എന്നൊക്കെ വിളിക്കുന്നത്, അതൊരു ശീലമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ മാത്രം ഭാഗമല്ല. എല്ലാ വിശ്വാസികളും ഇങ്ങനെ പറഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷെ വിശ്വാസികളല്ലാത്തവരും ചിലപ്പോൾ അറിയാതെ അതൊരു വാക്കായിട്ട് പ്രയോഗിച്ചു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ തത്തുല്യമായ പദങ്ങൾ വിളിക്കുന്നത് ദൈവവിശ്വാസത്തിൻ്റെ കാരണമോ അല്ലാതെയോ ആകാം. അപ്പോൾ ദൈവവിശ്വാസം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ശരിക്കും ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യനിലേക്ക് എത്തുന്നത്? കാര്യം ദൈവം എന്നൊരു കൺസെപ്റ്റ് ശരിക്കും മനുഷ്യനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അത് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ കഴിയുന്നത് വയലാറിൻ്റെ പാട്ടാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും ദൈവവും മതങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു. അത് സത്യമാണ്. അത് എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്. കാരണം ഈ ദൈവ വിശ്വാസത്തിൻ്റെ ചരിത്രം തേടിയാൽ ഒരുപക്ഷെ മതങ്ങളുടെ ചരിത്രം തേടി പോകേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും പഴയ മതം എന്നിന്ന് വിശ്വസിക്കപ്പെടുന്നത് ഹൈന്ദവ മതമാണ്. പക്ഷെ ഹൈന്ദവ മതം ഏകദൈവ മതമല്ല. ചില ഹൈന്ദവ പുരാണങ്ങളിൽ പറയാറുണ്ട് 33 കോടി ദേവതകളുണ്ടെന്ന്. ഇനി ചില പ്രാദേശികമായ ദേവതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു പ്ലൂറാലിറ്റി ഉള്ളതിന് എനിക്ക് മനസ്സിലാകുന്നത് ദൈവവിശ്വാസത്തിലും ഒരു സ്വകാര്യത അനുവദിച്ചിരിക്കുന്നുള്ളതാണ്. ഈ 33 കോടി ദൈവമുള്ളപ്പോൾ ഹൈന്ദവരെല്ലാം കൂടെ 110 കോടിക്ക് മേളയേ ഉള്ളൂ. അപ്പോൾ ഒരാളിന് വളരെ സൗകര്യമായിട്ട് ഒരു ദൈവത്തെ തിരഞ്ഞെടുക്കും. അതിൽ തന്നെ ചിലപ്പോൾ ഇപ്പോൾ കൂടുതലുണ്ടാകും. കാരണം ഈ 33 കോടി ദേവതകളുടെ കണക്ക് പറഞ്ഞ നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ അന്ന് മരിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ദൈവങ്ങളായി മാറും എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞ ആത്മാവ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവർ അതുവരെ മരിച്ചവരുടെ എണ്ണം ഒരു ഊഹക്കണക്ക് വെച്ചിട്ട് 33 കോടി ദേവതകളെന്ന് പറഞ്ഞതാകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കോടി വർദ്ധിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞ് വന്ന ഒരു മതം, ഇപ്പോൾ ഹൈന്ദവ മതം കഴിഞ്ഞ് വന്ന രണ്ടാമത്തെ ഏറ്റവും പുരാതന മതം എന്ന് പറയുന്നത് സ്വരാഷ്ട്രിയൻ മതമാണ്. അത് പാഴ്സികൾ ഇപ്പോൾ അവരുടെ വേദഗ്രന്ഥങ്ങളൊക്കെ ഒരു 23-24 നൂറ്റാണ്ട് പഴയതാണ്. അപ്പം യേശുക്രിസ്തു വരുന്നതിന് മുന്നേ. പക്ഷേ അതിനു മുമ്പ് ജൂതമതം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുവെങ്കിലും രേഖകളിലില്ല. അപ്പോൾ സ്വരാഷ്ട്രിയൻ മതത്തിൻ്റെ ലിഖിത ഗ്രന്ഥങ്ങൾ ജൂതമതത്തിൻ്റെ ലിഖിത ഗ്രന്ഥങ്ങളെക്കാൾ മുന്നേ ആയതുകൊണ്ട് നമ്മൾ സ്വരാഷ്ട്രിയൻ മതമാണെന്ന് വിശ്വസിക്കും. അപ്പോൾ മതങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ട് തന്നെ അത്രയൊന്നും ആയിട്ടില്ല. പക്ഷേ അതിനു മുമ്പും ഈ ദൈവസങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. ഈ ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ അത് അന്നൊക്കെ ഗോത്രമതങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓരോരോ പ്രത്യേക ക്ലാനുകൾ, ചെറിയ ഗോത്രങ്ങൾ, അവർക്ക് അവരുടേതായ ചില വിശ്വാസങ്ങൾ, അതിനൊരു മതത്തിന് പേരൊന്നും ഉണ്ടാവില്ല, ഒരു വിശ്വാസങ്ങളായിരുന്നു. അപ്പോൾ ആ വിശ്വാസങ്ങൾ ആ കാലഘട്ടത്തിൽ
ചില ആചാരങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആചാരങ്ങളിൽ ഇപ്പോൾ ആദ്യകാലത്തെ ദൈവരൂപങ്ങളെല്ലാം തന്നെ, ഗോത്രമതങ്ങളിലെ ദൈവരൂപങ്ങളെല്ലാം തന്നെ പ്രകൃതി ശക്തികളായിരുന്നു. പാമ്പ്, തീയ്, മൃഗങ്ങള്, മരങ്ങള്, അങ്ങനെയുള്ള പ്രകൃതി ശക്തികളെയാണ്. അതുപോലെ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുന്നവരെയാണ് പിന്നീട് ദൈവങ്ങളായിട്ട്, മഴയെ നിയന്ത്രിക്കുന്ന ദൈവം, വെയിലിനെ നിയന്ത്രിക്കുന്ന ദൈവം, അങ്ങനെയുള്ള നമുക്ക് ഈ ദേവേന്ദ്രനും സൂര്യനും ഒക്കെ ദൈവങ്ങളായിട്ട് മാറി. അപ്പോൾ പ്രകൃതി ശക്തികളെ ദൈവത്തോട് അറ്റാച്ച് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഓരോ ദൈവത്തിനും ഓരോ രൂപം കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ അത് ശരിക്കും അതിൻ്റെ പ്രസക്തി എന്താണ്? നമ്മൾ ചില മതങ്ങൾ രൂപമില്ലാതെയും ആരാധിക്കുന്നു, ചിലർ വിഗ്രഹങ്ങൾ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു, അതിനെ ദൈവമായിട്ട് കാണുന്നു. അത് ശരിക്കും എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം? അത് ഈ ദൈവത്തിന് ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത് അടുത്ത കാലത്താണ്. അതിലേറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ ചിത്രങ്ങൾ വരച്ചത് മലയാളിയായ രാജ രവിവർമ്മയാണ്. അദ്ദേഹം വരച്ച ദൈവചിത്രങ്ങളാണ് ഇപ്പോൾ അധികവും ഹൈന്ദവ ദൈവങ്ങളുടേതായിട്ട് പ്രചരിക്കപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ദൈവത്തിന് രൂപമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹൈന്ദവ സങ്കല്പത്തിൽ തന്നെ ഉള്ളൂരിൻ്റെ പാട്ട് ഞാൻ നോക്കുകയാണ്. അടുത്ത് നിൽപ്പോർ അരിഞ്ഞനെ നോക്കാൻ അക്ഷികളില്ലാത്തോൻ അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. അരൂപൻ ഈശ്വരൻ എന്ന് വെച്ചാൽ ഈശ്വരന് രൂപമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈന്ദവ ഉപനിഷത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുക്കളെ ശങ്കരാചാര്യർ ദശോപനിഷത്ത് എന്ന് പറഞ്ഞ് ഭാഷ്യം എഴുതുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപനിഷത്തുകളിലൊന്നാണ് ഈശാവാസ്യ ഉപനിഷത്ത്. ഈശാവാസ്യം എന്ന് വെച്ചാൽ ഈശ്വരൻ വസിക്കുന്നിടം, ദൈവം ഉള്ളിടം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ഈശാവാസ്യ ഉപനിഷത്ത് തുടങ്ങുന്ന തന്നെ ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്ത് എന്ന് പറഞ്ഞു. അതായത് ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. ഈ ജഗത്താണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി അല്പമാത്രമാണ്, അല്ലെ ഈ ഭൂമിയിലെ ജീവിതം അല്പമാത്രമാണ്, ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. അങ്ങനെ ഒരു സങ്കല്പമാണ് ആ വേദകാലത്ത് ഉപനിഷത്ത് എഴുതുമ്പോൾ ഉണ്ടായിരുന്നത്. മറ്റൊരു വേദത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ശബരിമല എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ഉപനിഷത്ത് വാക്യമാണ്. അഹം ബ്രഹ്മാസ്മി തത്വം അസി. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ദൈവമാണ്. തത്വം അസി, തത്വം അസി, നീയും അത് തന്നെയാണ്. അപ്പം ഞാനും ദൈവമാണ്, നീയും ദൈവമാണ് എന്ന് കാണുന്ന ഒരു സങ്കല്പം നമ്മുടെ ഹൈന്ദവ സങ്കല്പത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽ ദൈവത്തിന് രൂപം കൊടുക്കരുതെന്ന് ഖുറാൻ പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നു. ക്രിസ്തു മതത്തിൽ എവിടെയും രൂപം കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്നത്തെ ചിത്രകാരന്മാർ, ഇപ്പോൾ മൈക്കൽ ആഞ്ചലോ തൊട്ട് തുടങ്ങി ഇങ്ങോട്ട് പലരും കന്യാമറിയത്തിൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ ഒക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളിൽ ദൈവങ്ങളെ ഒതുക്കുന്നത് അത് ആരാധന കടുത്തതോടുകൂടി വന്നൊരു, ഇനിയിപ്പോൾ നാളെ ഒരു ചിത്രം മാറ്റി വരച്ചാൽ അതാവും ചിലപ്പോൾ പുതിയ ദൈവം. എനിക്ക് ഓർമ്മ വരുന്നത് A.T. കോവൂർ എന്നൊരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഒരിക്കൽ ഒരാൾ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു, ഇപ്പോൾ സുനിൽ ചോദിച്ച പോലെ, ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? ഒരു പശുവിനാണെങ്കിൽ നല്ല അരോഗ ദൃഢഗാത്രനായ ഒരു കാളയുടെ രൂപമായിരിക്കും ദൈവം. ഒരു പോത്തിനാണെങ്കിൽ നല്ലൊരു കാട്ടുപോത്തായിരിക്കും ദൈവം. അപ്പോൾ അങ്ങനെയാണ് ഈ രൂപസങ്കല്പങ്ങൾ. അപ്പോൾ രൂപത്തിന് സത്യത്തിൽ ദൈവമായിട്ടൊരു ബന്ധമില്ല. ദൈവം അമൂർത്തമാണ്, രൂപമില്ലാത്ത ഒരു വിശ്വാസമാണ് ദൈവം. അതിനെ നമ്മൾ ചിത്രകാരന്മാരാണ് രൂപത്തിലേക്ക് ഒതുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് വയറ്റിപ്പഴപ്പിന് വഴിയുണ്ടായിട്ടുണ്ട് ചിത്രങ്ങൾ വരയ്ക്കാനും വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനും. അതിലൊന്നും ഒതുങ്ങുന്നതല്ല ദൈവസങ്കല്പം. തീർച്ചയായിട്ടും ഈ പലപ്പോഴും ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് പേടിയാണ്, ഭീതിയാണ്. ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു പേടി പൊതുവെ പലർക്കും ഉണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. അതാണോ ശരിക്കും? അങ്ങനെയാണോ? ദൈവവിശ്വാസത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഈ പേടിയാണ്. കാരണം ആദിമ മനുഷ്യന് തന്നെ ഉണ്ടായിരുന്ന ഒരു പേടി, പ്രകൃതിയെ പേടിയായിരുന്നു അവന്. അപ്പോൾ ഇടി, മഴ, ചൂട്, തീയ്, ഇങ്ങനെയുള്ള പ്രകൃതിയിലുണ്ടാകുന്ന പലതിനെ അവന് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇപ്പോൾ ഞാൻ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ വീട്ടിലൊരു വിഷപ്പാമ്പ് വരികയാണെങ്കിൽ എൻ്റെ അമ്മ അതിൻ്റെ മുന്നിൽ തൊഴുതു നിന്നിട്ട് ഞാനിങ്ങ് എത്തിച്ചേക്കാമേ എന്ന് പറയും. അപ്പോൾ ഈ പാമ്പങ്ങ് പോവും. ആ പാമ്പങ്ങ് പോകുന്നത് ഈ നിൽക്കുന്ന ആളിൻ്റെ കൈയുടെ ചലനങ്ങളൊക്കെ കാണുമ്പോൾ പാമ്പ് സെൻസ് ചെയ്തിട്ട് പാമ്പങ്ങ് പോവാണ്. പക്ഷേ ഈ അമ്മ ഉദ്ദേശിക്കുന്നത് എന്താണ്? മണ്ണാർശാല ക്ഷേത്രത്തിലേക്ക് വഴിപാടങ്ങ് എത്തിച്ചോളാം, വഴിപാട് എത്തിക്കാൻ വൈകിയത് കൊണ്ടാണ് സർപ്പം ഇവിടെ ദർശനം തന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഭയത്തിൻ്റെ ഭാഗമായി വരുന്നത് തന്നെയാണ്. കാരണം പാമ്പിനെ ഭയക്കാതിരിക്കാൻ മണ്ണാർശാലയിൽ പൂജ ചെയ്താൽ മതി. അതുപോലെ ഇടിമിന്നലിനെ ഭയക്കാതിരിക്കാൻ ദേവേന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ പൂജ ചെയ്താൽ മതി. അങ്ങനെ പലതും. അതുപോലെ ഭയമില്ലാതാക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ പൂജിച്ച ചില തകിടുകളും ചില ചരടുകളും ഒക്കെ ഏലസുകളും ഒക്കെ കയ്യിൽ കെട്ടിയാൽ മതി. അപ്പോൾ ഭയത്തിൽ നിന്നാണ് ഒന്നുണ്ടാകുന്നത്. ഒരു രീതിയിൽ ഭയത്തിൽ നിന്നാണ്. ഇനി വേറൊരു രീതിയിലും ദൈവവിശ്വാസം രൂഢമൂലമാകാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും വരും. ഈ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും വരുമ്പോൾ നമ്മളിങ്ങനെ ഈ ചിന്തിച്ചാലൊരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അതൊക്കെ ദൈവസൃഷ്ടിയാണ് എന്ന് പറഞ്ഞങ്ങ് ആശ്വസിക്കാൻ ശ്രമിക്കും. അതുപോലെ നമുക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പം ഇതെൻ്റെ അബദ്ധം കൊണ്ടല്ല, ഇത് ദൈവം എനിക്ക് നിശ്ചയിച്ചതാണ്. അപ്പോൾ അതൊരു അന്യാപദേശമാണ്. അതായത് എനിക്കെന്തെങ്കിലും കുറ്റം പറ്റിയാൽ, എനിക്കെന്തെങ്കിലും അറിയില്ലെങ്കിൽ അത് എൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന് ആശ്വസിക്കാനുള്ള ഒരു വഴി കണ്ടെത്തലുണ്ട്. അങ്ങനെയും വരാം. പക്ഷേ ഇതും രണ്ടുമല്ലാതെ അമൂർത്തമായ ഒരു ശ്രേഷ്ഠമായ ദൈവവിശ്വാസമുണ്ട്. അത് ഈ സന്യാസിമാരിലും ചിന്തകരിലും കാണുന്ന ഒരു ദൈവവിശ്വാസമുണ്ട്. അവർ ദൈവത്തെ കൈക്കൂലി കൊടുത്താൽ പ്രസാദിക്കുന്ന ഒരാളായിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വരദാനം തരുന്ന ആളായിട്ടോ അല്ല. അവരുടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഒരു അതീന്ദ്രിയ സങ്കല്പമാണ്. എന്ന് വെച്ചാൽ ഇതിനൊക്കെ അതീതമായ ഒരു പരാശക്തിയുണ്ട്, അത് ഈ പ്രപഞ്ചത്തിൻ്റെ ചാലകശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രബുദ്ധരുണ്ട്. അത് വളരെ കുറവാണ്, ശതമാനക്കണക്കിന് വളരെ കുറവാണ്. പക്ഷേ 99% പേരും ഈ പറഞ്ഞ 3 കാരണങ്ങളിലായിരിക്കും ദൈവത്തെ വിശ്വസിക്കുന്നത്. ശരിക്കും ഈ ദൈവവിശ്വാസം നല്ലതാണോ അതോ മോശമാണോ? ഇപ്പോൾ വിശ്വാസികളുടെ കണക്കെന്ന് എടുത്ത് നോക്കിയ ഒരു ഏകദേശ ഐഡിയ കിട്ടും. ലോകത്ത് 85% പേരും ദൈവവിശ്വാസികളാണ്, 15% പേര് അവിശ്വാസികളാണ്. പിന്നെ ഈ 85% തന്നെ ഒരു 6% പേര് ചില ഗോത്രവിശ്വാസികളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ദൈവം, ഇപ്പോൾ രാമന്, കൃഷ്ണൻ, അല്ലെങ്കിൽ യേശു, അല്ലെങ്കിൽ യഹോവ, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു 6% ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റാൻഡർഡൈസ്ഡ് ദൈവത്തെ പ്രാർത്ഥിക്കുന്നവർ ഏകദേശം 79% പേരേ ഉള്ളൂ. എന്നാൽ ചില രാജ്യങ്ങളിൽ, ഇപ്പോൾ ഒരു രാജ്യത്തിൽ മാത്രമേ ഭൂരിപക്ഷം ദൈവവിശ്വാസം ഇല്ലാത്തവരായിട്ടുള്ളൂ. ഇപ്പോൾ ചൈനയിൽ 52% പേര് അവിശ്വാസികളാണ്. അത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല, സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 52% അവിശ്വാസികളാണ്, 48% പല മതവിശ്വാസികളാണ്. അവിടെ ഏറ്റവും കൂടുതൽ താവോയിസം, ബുദ്ധിസം ഒക്കെയാണ് അവിടെ ഉള്ളത്. ആ മതങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് പേര് ക്രിസ്ത്യാനികളും കുറച്ച് പേര് ഇസ്ലാമും ഒക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഒരു രാജ്യമേ ഉള്ളൂ ഭൂരിപക്ഷം അവിശ്വാസികളായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഇപ്പോൾ ഇന്ത്യയിൽ ഈ 85% മേലെ വിശ്വാസികളാണ്. ഏതാണ്ടൊരു 87% ഇന്ത്യയിൽ വിശ്വാസികളാണ്. അപ്പോൾ അത് ലോകത്തിൻ്റെ കണക്കിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയിലെ വിശ്വാസികളുടെ എണ്ണം. അപ്പോൾ അതൊരു മനുഷ്യൻ്റെ ചോയ്സാണ്. ഇനി വിശ്വാസത്തിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പം വിഗ്രഹാരാധന പാടില്ല എന്ന് പറയുന്ന ഇസ്ലാം വിശ്വാസമുണ്ട്. അതുപോലെ കൃത്യമായ നിയമങ്ങളനുസരിച്ച് വേണം പ്രാർത്ഥിക്കാനെന്ന് പറയുന്ന ക്രിസ്തീയ വിശ്വാസങ്ങളുണ്ട്. ഒരു നിയമങ്ങളും ഇല്ലാത്ത ഗോത്രമത വിശ്വാസങ്ങളുണ്ട്. ജീവനെ ബലി കൊടുത്താലേ വിശ്വാസത്തിന് ശക്തി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന പ്രാകൃത മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈ പ്രാകൃത മതങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഹിന്ദുമതത്തിൽ ചില വിശ്വാസങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ബലി കൊടുക്കുക, തർപ്പണം ചെയ്യുക, അതുപോലെ ഗുരുതി കൊടുക്കുക. ഈ ഗുരുതി എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത്, ഇപ്പോൾ ഗുരുതി എന്ന് പറഞ്ഞ് തിളപ്പിച്ച വെള്ളമൊക്കെ കൊരി ഒഴിക്കുന്നതാണ് ഇപ്പോൾ ഗുരുതി. ആദ്യകാലത്ത് ഗുരുതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരുന്നത് കുരുതിയാണ്, കൊല. അപ്പോൾ അത് ജീവികളെ കൊല കൊടുക്കലാണ്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന പ്രവാചകനായിട്ട് പറഞ്ഞ അബ്രഹാമാണ്. അബ്രഹാം ഈ ജൂതന്മാരുടെ, ക്രിസ്ത്യാനികളുടെ, മുസ്ലിങ്ങളുടെ, ഇവരുടെയൊക്കെ പ്രവാചകനാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ ഏറ്റവും പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് അദ്ദേഹം സ്വന്തം പുത്രനെ ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഓർമ്മ പെരുന്നാളാണ് നമ്മുടെ ഈ ബക്രീദായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ബലികൾ പല മതങ്ങളിലുണ്ടായിരുന്നു. അതൊക്കെ പ്രാകൃതമായ ചില ആചാരങ്ങളാണ്. ഇന്നും പല മതങ്ങളിലും പ്രാകൃതമായ ആചാരങ്ങളുണ്ട്. പക്ഷേ ദൈവവിശ്വാസം അതിനൊക്കെ അതീതമായ ഒരു സങ്കല്പമാണ്. അത് ഈ ആചാരങ്ങളൊക്കെ ആയിട്ട് ആളുകൾ കൂട്ടിക്കുഴയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഏകദൈവ വിശ്വാസികൾ. എല്ലാ ദൈവവും ഒന്നാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ട്, എല്ലാ ദൈവങ്ങളെയും സെപ്പറേറ്റായി കണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഈ ദൈവവിശ്വാസം സാധാരണഗതിയിൽ ഒരു മനുഷ്യനിലേക്ക് വരുന്നത് അവൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോഴാണ്. അവന് അതിനെക്കുറിച്ച് പഠിച്ചിട്ടോ അറിഞ്ഞിട്ടോ അല്ല വിശ്വാസിയാകുന്നത്. അച്ഛനോ അമ്മയോ മുതിർന്നവരോ എന്തെങ്കിലും വീട്ടിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛനങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. അമ്മയും സഹോദരങ്ങളും ഒക്കെ പോകുമ്പം അവരുടെ കൂടെ അമ്പലത്തിലെ വിഗ്രഹത്തിൻ്റെ, ഒന്നിൽ കൽവിഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ലോഹ വിഗ്രഹമായിരിക്കും, അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നെ രക്ഷിക്കണേ, എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കൂട്ടി തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു 13-14 വയസ്സായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ദൈവവിശ്വാസം ഒരു അന്ധമായ വിശ്വാസമാണ്. ഒരു ശരിയായ ദൈവം എന്ന് പറഞ്ഞാൽ അതൊരു എന്ത് ശക്തിയാണെങ്കിലും നമുക്ക് അതീതമായ ഒരു ശക്തിയാണ്. ആ ദൈവത്തിന് എനിക്ക് മാർക്ക് കൂട്ടി തരാനോ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന എത്തിച്ചേരാനോ കഴിയില്ല. കാരണം അത്ര ബൃഹത്തായ ഒരു പ്രപഞ്ചമാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇങ്ങനെ സ്വകാര്യതയ്ക്ക് വേണ്ടി ആളുകൾ ദൈവത്തിനെ ഉപയോഗിക്കുകയാണ്.
ദൈവത്തിനെ പ്രീതിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഈ ദൈവപ്രീതി എന്ന് പറഞ്ഞതിന് ഒരു സങ്കല്പമുണ്ട്. ഗോത്രമതങ്ങളിലെല്ലാം ഉള്ള ആചാരം എല്ലാം ദൈവപ്രീതിയാണ്. അവർ ചെണ്ട കൊട്ടുന്നത് തൊട്ട് കോഴി അറുക്കുന്നത് വരെ ദൈവപ്രീതിക്കായിട്ടാണ്. അപ്പോൾ ദൈവം പ്രീതി. പക്ഷേ ആരാണ് ഈ പറയുന്നത് ദൈവം പ്രീതിപ്പെട്ടു എന്ന്? അവരിൽ ഒരാൾ ഡിക്ലെയർ ചെയ്യും ദൈവം പ്രീതിപ്പെട്ടു. അപ്പോൾ അവർ പുരോഹിതനായി അല്ലെങ്കിൽ പൂജാരിയായി, അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ അവർ ഇടനിലക്കാരാണ്. ഈ മതങ്ങളിലെ ഈ ദൈവവിശ്വാസങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായിട്ടുള്ള ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ ഇടനിലക്കാർക്കാണ്. കാരണം അവരാണ് ദൈവം ഇത് ഇഷ്ടപ്പെടുന്നു, ഇത് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് നന്നായിട്ടറിയാം, അവർക്ക് അസലായിട്ടറിയാം. അവർക്കും ഒരു ദൈവത്തെ കണ്ടവരാരും ഈ ഭൂമിയിലില്ലല്ലോ. ദൈവത്തെ കാണുന്നവരാരുമില്ല. അപ്പോൾ ദൈവത്തെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എനിക്കൊരിക്കൽ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള എൻ്റെ കാലൊടിഞ്ഞ് ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ നൂറുകണക്കിനായ ചെറുപ്പക്കാർ അവിടെ ഓടിക്കൂടി. അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ കാല് അനക്കാതെ എന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പം അവരെന്നെ താങ്ങിയെടുത്ത് പൂ പോലെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ അവരിൽ ഞാൻ ദൈവത്തെ കണ്ടു. അപ്പം അങ്ങനെ നമുക്ക് ചില പ്രവൃത്തികളിലൂടെ ആളുകളുടെ നന്മയെ കാണാൻ പറ്റും. അത് ദൈവികമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ അല്ലാതെ ഇപ്പോൾ ദർശനം കിട്ടി, ദൈവദർശനം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ചില മതങ്ങളിൽ ദർശനം കിട്ടിയവർക്ക് മാത്രമേ വിശുദ്ധത പ്രഖ്യാപിക്കാറുള്ളൂ. അതൊക്കെ ഒരു വെറും സങ്കല്പമാണ്. അങ്ങനെ ഒരു മനുഷ്യനും, കാരണം ഒന്നാമത് ദൈവത്തിന് എന്താ രൂപമെന്ന് മനുഷ്യർ അറിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്, ദൈവത്തെ രൂപത്തിലൊതുക്കാൻ ശ്രമിക്കുന്നത്, ദൈവത്തിന് പ്രിയപ്പെട്ട ആളാണെന്ന് പറയുന്നത്, സത്യത്തിൽ ദൈവത്തിന് പ്രിയപ്പെട്ട ആളാണെന്ന് പറയുന്നവരെ ദൈവത്തിന് ഇഷ്ടം ആയിരിക്കില്ല. കാരണം അവർ ചെയ്യുന്ന ചതിവാണെന്ന് ദൈവത്തിനറിയാം. തീർച്ചയായിട്ടും അതെ, ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാനായിട്ട് ഈ ഒരു ദൈവവിശ്വാസം കൊണ്ട് സാധിക്കുമോ? അതോ നല്ലതാക്കാൻ പറ്റുമോ, അതോ മോശമാക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് മനുഷ്യർ 2-3 തരത്തിലുണ്ട്. ഒന്ന്, കുറ്റവാസനയുള്ള മനുഷ്യരുണ്ട്. 2, സത്കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യരുണ്ട്. 3, ഇതിനൊന്നും താല്പര്യമില്ലാത്ത മടിയന്മാരായ ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഈ കുറ്റവാസനയുള്ള മനുഷ്യർക്ക് ദൈവവിശ്വാസം വരുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഒരു പേടി വേണ്ടേ? ആരെങ്കിലുമൊക്കെ പേടിക്കണ്ടേ? അതുകൊണ്ട് ഈ ദൈവത്തെ ഓർത്തെങ്കിലും അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കും. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ, ഒരു മേലത്തെ തട്ടിൽ നിൽക്കുന്ന ചില വിശ്വാസികളെന്ന് പറഞ്ഞില്ലേ, ദൈവത്തെ അമൂർത്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക്, അവർക്ക് ഇങ്ങനെയുള്ള കുറ്റവാസനകളൊന്നും വരില്ല. കാരണം അവർ സ്വമനസ്സാലെ തന്നെ പക്വത ആർജിച്ചവരാണ്. അവരൊരു സെയിൻറ്റ്ലി ലൈഫ്, അല്ലെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് തൻ്റേതായ ഒരു വീക്ഷണം ഉണ്ടാക്കിയിട്ട് അവർ വളരെ പക്വത മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് ഈ ദൈവവിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അവരിൽ പലരും ഇങ്ങനെയുള്ള ആരാധനാക്രമങ്ങളൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ അല്ലെങ്കിൽ അരബിന്ദോ ഘോഷ്, ഇവരൊക്കെ ദൈവവിശ്വാസത്തിൻ്റെ അന്തസത്ത കണ്ട് മനസ്സിലാക്കിയവരാ. പക്ഷെ അവരൊക്കെ പറയാറ് ഈ ആരാധനാലയങ്ങളിലും ഈ വിഗ്രഹങ്ങളിലൊന്നും ഒരർത്ഥമില്ലെന്നാണ്. അവരതിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു വിശ്വാസത്തിൽ ഉള്ളവരാണ്. പക്ഷെ അവരൊക്കെ ദൈവവിശ്വാസികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസം രക്ഷിക്കും എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു ഡോക്ടർ ഒരിക്കൽ പറയണ്ടേ, അദ്ദേഹം സർജറി ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ദൈവത്തെ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് സ്വമനസ്സാലെ സ്വന്തം ശക്തിയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമില്ലാത്തപ്പോഴാണ് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തനിക്ക് അതീതമായ മറ്റൊരു ശക്തി ഉണ്ടെന്നും ആ ശക്തി തൻ്റെ കൈകളെ വേണ്ട രീതിയിൽ ചലിപ്പിച്ചുള്ളൂ എന്നും ഒരു വിശ്വാസം ഉണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും മനസ്സിന് ദൗർബല്യം തോന്നുന്ന ഒരാളിന് വിശ്വാസം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ബഹുഭൂരിപക്ഷത്തിനും ഞാൻ പറഞ്ഞ പോലെ വളരെ ന്യൂനപക്ഷമേ ഉള്ളൂ ഈ സ്വാധീനങ്ങളൊന്നുമില്ലാതെ, ഒരു ദൈവത്തിൻ്റെ സഹായം ഇല്ലാതെ സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവർക്ക് ഇങ്ങനൊരു വിശ്വാസം ആവശ്യമില്ല. പക്ഷേ എന്ന് വിചാരിച്ച് ദൈവത്തെ നിരാകരിക്കണമെന്നില്ല. ചിലർ ദൈവത്തെ നിരാകരിക്കും. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയാറുള്ളത് പോലെ ദൈവം ഇല്ല എന്ന് പറഞ്ഞു വരുത്തി ബാക്കിയുള്ളവരോട് തർക്കിക്കാൻ നടക്കുന്നുണ്ട്. അതും തെറ്റാണ്. കാരണം അത് ഇഞ്ചക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരുവൻ്റെ സ്വതന്ത്രമായ ഒരു വീക്ഷണമാണ്. കാരണം അവർക്ക് തന്നെ അറിയാം ചില കാര്യങ്ങൾ അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റില്ലെന്ന്. അപ്പോൾ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത, ഇപ്പോൾ കൂടുതൽ ചിന്തിക്കുന്നവർ നമുക്ക് മനസ്സിലാവും നമുക്ക് ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ഈ ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളെ വേറൊന്നിലേക്ക് അസൈൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. തീർച്ചയായിട്ടും അതിനെന്ത് പേര് കൊടുത്താലും അതൊരു അതീന്ദ്രിയ ശക്തിയാണ്. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ പക്ഷെ മറ്റു പലരും ചെയ്യുന്നത് ഈ അതീന്ദ്രിയ ശക്തികളെ സ്വകാര്യ താല്പര്യമാക്കി മാറ്റി. ഇപ്പം മലയാളികളുടെ ഇടയിൽ ഒരു വിചാരമുണ്ട്, കൂടോത്രം ചെയ്തു കഴിഞ്ഞാൽ വേറെ തന്നെ നശിപ്പിക്കാം. അത് ഏതെങ്കിലും ദൈവം കൂടോത്രത്തിന് കൂട്ടു നിൽക്കുമോ? എനിക്കറിയില്ല. കാരണം ദൈവം എന്ന് പറയുന്ന നന്മയുടെ പ്രതീകമാണ്. അപ്പോൾ ഇതൊക്കെ അവൻ്റെ ഉള്ളിലുള്ള, പക്ഷേ ചില മന്ത്രവാദികൾ ഇത് ഉപയോഗപ്പെടുന്നത് എന്താണ്, ഈ കൂടോത്രം എന്ന് പറഞ്ഞ് ചെയ്തിട്ട് അവരെന്തെങ്കിലും വിഷമയമായ ചില സാധനങ്ങൾ കൊടുക്കും. അത് കൊണ്ടുപോയി മറ്റവൻ്റെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ചേർത്ത് കഴിഞ്ഞാൽ
ഈ കൂടോത്രത്തിന്റെ ഫലം കിട്ടും. സത്യത്തിൽ അത് ശാസ്ത്രമാണ്. സത്യത്തിൽ അത് ശാസ്ത്രമാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യനെ ഉപദ്രവിക്കലാണ്. അതിൽ ദൈവത്തിനെ കൂട്ടുപിടിച്ച് അതൊരു ബിസിനസ്സാക്കി മാറ്റുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇപ്പം തന്നെ വിശ്വാസമൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിൽ ഇതിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട്? എനിക്ക് തോന്നുന്നത് മനുഷ്യനുള്ള കാലത്തോളം വിശ്വാസം ഉണ്ടാവും, അതിൻ്റെ അളവ് കുറയും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ആരാധനാലയങ്ങളിൽ ആരും പോകാറില്ല. പള്ളികളൊക്കെ പലതും വിൽപ്പനയ്ക്കാണ്. ഒരു കാലത്ത് വളരെ ചട്ടക്കൂടോട് നടന്നതെന്നാണ് ക്രിസ്തീയ മതവിഭാഗങ്ങൾ. പള്ളിയിൽ ഒരാഴ്ച പോയില്ലെങ്കിൽ അവർ ഇടവകയിൽ നിന്ന് പുറത്താക്കുന്ന രീതി വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിലും പള്ളിയിൽ ആളുകൾ പോകുന്നില്ല. അതിനെ നിയന്ത്രിക്കാനൊട്ട് ഈ മതത്തിൻ്റെ ചട്ടക്കൂടിന് കഴിയുന്നില്ല. അത് ഇനിയും അത് കൂടിക്കൂടി വരും. കാരണം ഇപ്പോൾ ഹൈന്ദവ സങ്കല്പത്തിൽ പണ്ട് തന്നെ അങ്ങനെയാണ്. ക്ഷേത്രത്തിൽ പോയാലും ഇല്ലെങ്കിലും ഹിന്ദുവായിട്ട് ജനിച്ചാൽ അവൻ ഹിന്ദു തന്നെയാണ്. മറിച്ച് പല മതങ്ങളിലും, ഇപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിലും ക്രൈസ്തവ മതത്തിലാണെങ്കിലും യഹൂദ മതത്തിലാണെങ്കിലും ഒക്കെ അവരുടെ ആരാധനാലയങ്ങളിൽ കൃത്യമായിട്ട് ചെന്നില്ലെങ്കിൽ അവരൊരു മതവിശ്വാസിയായിട്ട് അവനെ പരിഗണിക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് വരാൻ പോകുന്നൊരു സംഗതി, ഭാവിയിൽ ആരാധനാലയങ്ങളിലേക്ക് പോകാനുള്ള മനുഷ്യൻ്റെ ത്വര കുറഞ്ഞു വരികയുള്ളൂ. എൻ്റെ ദൈവം എൻ്റേത് മാത്രം, അത് ഞാനെന്തിന് നിന്നോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത വരാം. നമ്മളിപ്പോൾ പല വിശ്വാസങ്ങളും പോലെ ഒരുവൻ അവൻ്റെ ദൈവത്തെ അവൻ്റെ ഉള്ളിൽ ഒതുക്കാനുള്ള പരമാധികാരമുണ്ടല്ലോ, ആ ദൈവത്തെ പ്രകടനപരതയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരാധനാലയങ്ങളുടെ പ്രസക്തി കുറയും. പക്ഷേ ദൈവവിശ്വാസത്തിൻ്റെ പ്രസക്തി കുറയണമെന്നില്ല. കാരണം മനുഷ്യൻ എത്രമേൽ വളർന്നാലും മനുഷ്യൻ്റെ ആ മൗലിക ഭാവങ്ങൾ മാറില്ല. ഭയം, അതുപോലെ അത്ഭുതം, ഇതൊന്നും മാറില്ല. ഈ വീരം, കരുണം എന്നൊക്കെ പറയുന്ന നവരസങ്ങൾ പറയുന്ന പോലെ അതിൽ പെട്ടതാണ് ഈ പറഞ്ഞ രസങ്ങളൊക്കെ. അത് പെട്ടെന്നൊന്നും അങ്ങനെ മാറില്ല. അത് നിലനിൽക്കുന്നിടത്തോളം മനുഷ്യൻ ഈ പറഞ്ഞ ചിന്തകളെല്ലാം വരും. ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും അവന് മനസ്സിലായ, അതുകൊണ്ടാണല്ലോ ആഗ്നോസ്റ്റിസിസം, അത് ആജ്ഞേയതാവാദം എന്ന് പറഞ്ഞൊരു വാദമുണ്ട്. അത് പറയുന്നത് മനുഷ്യനൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. സത്യത്തെ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് സത്യമായിട്ട് തോന്നും നമുക്കെന്തറിയാം. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഭൂമിയിൽ 0 ഹേർട്സ് എന്ന് പറഞ്ഞാൽ സൈക്കിൾ പെർ സെക്കൻഡ് എന്ന് തുടങ്ങി ഏകദേശം ലക്ഷക്കണക്കിന് ഹേർട്സ് വരെയുള്ള ശബ്ദ തരംഗങ്ങളുണ്ട്. ഞാനും സുനിലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെ ഉള്ളത് സുനിലിന് കേൾക്കാൻ കഴിയും. എൻ്റെ വായിൽ നിന്ന് അതിനപ്പുറത്തുള്ളത് വരുന്നുണ്ടോ എന്ന് സുനിലിന് അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ കേൾവി പരിമിതമാണ്, നമ്മുടെ കാഴ്ച നമുക്ക് എത്ര ദൂരം കാണാൻ പറ്റും. ഒരു വിസിബിൾ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ഏതാനും കിലോമീറ്ററേ ഉള്ളൂ. അതിനപ്പുറത്തും ഈ ഭൂമിയുണ്ട്, അതിനപ്പുറത്തും പ്രപഞ്ചമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഈ ആഗ്നോസ്റ്റിസിസം, ആജ്ഞേയതാവാദം പറയുന്നത് മനുഷ്യന് വളരെ പരിമിതമായ കാര്യങ്ങളെ അറിയാൻ കഴിയുള്ളൂ. അത് സത്യമാണ്. നമ്മളിപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ധരിച്ചു വച്ചിരിക്കുന്ന പലതും സങ്കല്പങ്ങളാണ്. നമുക്ക് കിട്ടുന്ന ചില സൂചനകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ചില നിഗമനങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന സങ്കല്പങ്ങളാണ്. അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം. മുമ്പ് ഒരാൾ എന്നോട് ചോദിക്കണ്ട, ഈ പ്രപഞ്ചം ഉരുണ്ടതാണോ, പ്രപഞ്ചം നീണ്ടതാണോ? ഞാൻ പറഞ്ഞത് ഞാനെങ്ങനെ പറയും. പക്ഷേ പല ശാസ്ത്രജ്ഞന്മാരും പറയാറ് പ്രപഞ്ചം ഉരുണ്ടതാണെന്നാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഒരു ഗ്രാവിറ്റേഷണൽ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു ഇത്തിരി വെള്ളം മേളിൽ നിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അത് താഴെ വീഴുമ്പോഴത്തേക്ക് അതൊരു ഗോളമായിട്ട് മാറും. അതുപോലെ പക്ഷേ ഈ ഗ്രാവിറ്റി പ്രപഞ്ചത്തിലുണ്ടെന്ന് ആര് പറഞ്ഞു? അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ ഗ്രാവിറ്റി ഇപ്പോൾ ഭൂമിയിലുണ്ട്, പക്ഷേ പ്രപഞ്ചത്തിൽ ഇത് എത്ര ഭാഗത്തുണ്ട്? അതുകൊണ്ട് പ്രപഞ്ചം എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ചോദിച്ചാൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അപ്പോഴാണ് ഈ ദൈവവിശ്വാസത്തിന് ശക്തി കൂടുന്നത്. അപ്പോൾ ഇതൊക്കെ അതിനതീതമായ എന്തോ ആണെന്നൊരു തോന്നലുണ്ടാകും. തീർച്ചയായിട്ടും. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഗുരുക്കന്മാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്താന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് ദൈവം, അതാണ് തത്വമസി എന്നൊരു വാക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമ്മൾ തന്നെയല്ലേ, നമ്മുടെ കർമ്മമല്ലേ നമ്മുടെ ദൈവം എന്ന് പറയുന്നത്, നമ്മളുടെ പ്രവൃത്തിയല്ലേ ഈ ദൈവം. ഈ കർമ്മ എന്ന കാര്യത്തിൽ എത്രത്തോളം ഈ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്, അത് ശ്രീനാരായണ ഗുരുവിന് മുന്നേ തന്നെ തമിഴ്നാട്ടിൽ സ്വാമിയാരൊരു പ്രതിഷ്ഠ നടത്തിയിരുന്നു. സ്വാമിയാരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കണ്ണാടി പ്രതിഷ്ഠ ചെയ്തിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു കേരളത്തിലൊരു കണ്ണാടി പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്. അപ്പം അവനവന് ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്ലോകം തന്നെ അതാണല്ലോ, അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരണം. ആദ്യമായിട്ട് നമ്മളെ തന്നെ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് ഇറങ്ങിച്ചില്ല. അപ്പോൾ അതൊരു നമ്മളെ മനസ്സിലാക്കാനുള്ളൊരു ഉപാധിയാണ്. പക്ഷേ ഈ ദൈവവിശ്വാസം അതിലും അപ്പുറമാണ്. അപ്പം അവനവനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്, ഞാൻ പിന്നീട് ഒരു വിഷയത്തിലേക്ക് പിന്നെ വരുന്നുണ്ട്, സ്വത്വബോധം, അവനവനെ മനസ്സിലാക്കുക എന്നുള്ളത്. പക്ഷേ ദൈവവിശ്വാസം അതല്ല. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ എവിടേക്ക് അന്യാപദേശം ചെയ്യാമെന്നുള്ളിടത്താണ് ദൈവവിശ്വാസം കൂടുതൽ വരുന്നത്. ഇനി അവനവനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അവനൊരു വിശ്വാസിയേക്കാൾ മേന്മയുള്ളവനാവും. എന്താണെന്നറിയാം, ഒരുവൻ സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ മറ്റു മനുഷ്യനെ മനസ്സിലാക്കാൻ അവന് പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ദൈവവിശ്വാസം ഇല്ലെങ്കിൽ കൂടിയും അവനവനെ മനസ്സിലാക്കുന്ന ഒരുവന്
മറ്റൊരാളിനെ മനസ്സിലാക്കാൻ കഴിയും. അത് ഭൂമിക്കൊരു നല്ല അധ്യായം ഉണ്ടാക്കും. കാരണം പരസ്പരമുള്ള സ്പർദ്ധ, പരസ്പരമുള്ള അക്രമം, പരസ്പരമുള്ള ശല്യങ്ങൾ, ഇതൊക്കെ ഏതാണ്ട് കുറയ്ക്കാൻ കഴിയും അവനവനെ മനസ്സിലാക്കിയാൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അവനവനെ അറിയുന്നവൻ ദൈവത്തെ അറിയുന്നു എന്നാണ് എല്ലാ ചിന്തകരും പറയുന്നത്. അത് സത്യമാണ്. അവനവനെ അറിയുക എന്നുള്ളതാണ്. പക്ഷെ അവനവനെ പെട്ടെന്ന് അറിയാൻ കഴിയില്ല. നമ്മൾ തന്നെ എം.ടി. വാസുദേവൻ പറഞ്ഞ പോലെ നമ്മൾ സ്വയം ഒരു നിഗൂഢതയാണ്. നമുക്കതിൽ ആഴ്ന്നിറങ്ങി എല്ലാം മനസ്സിലാക്കാൻ കഴിയില്ല. ഈ യുക്തിവാദമൊക്കെ ഇപ്പോൾ വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ്. അങ്ങനെയുള്ള ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുക്തിവാദിയാണ്, ഒരു തരത്തിലും ആരെയും വിശ്വസിക്കില്ല, ദൈവത്തെയും വിശ്വസിക്കില്ല, അങ്ങനെ ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് ശരിക്കും? എൻ്റെ ഒരു അടുത്ത ബന്ധു ഭയങ്കര യുക്തിവാദിയായിരുന്നു. അപ്പോൾ കുറേ കാലം മുമ്പ് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, എന്തിനാണ് ഈ യുക്തിവാദം പ്രചരിപ്പിക്കാൻ നടക്കുന്നത്? വിശ്വസിക്കുന്നവർ വിശ്വസിക്കോട്ടെ, വിശ്വസിക്കാത്തവർ വിശ്വസിക്കണ്ട. ഒരു തരത്തിൽ സമ്മതിക്കില്ല. പക്ഷേ അടുത്ത കാലത്ത് എനിക്ക് കണ്ട ഒരു രസകരമായ വസ്തുത, ഇദ്ദേഹത്തിന് എല്ലാ മാസവും ഗുരുവായൂർ പോയി തൊഴുതില്ലെങ്കിൽ ഭയങ്കര പശ്ചാത്താപമാണ്. എല്ലാ മാസവും ഗുരുവായൂർ പോയി തൊഴണം. യുക്തിവാദമൊക്കെ മാറ്റിവെച്ചു. അത് ഒരു ഏജിങ് പ്രോസസ്സാണ്. ഇപ്പോൾ പണ്ടൊരിക്കൽ കാർൽ മാർക്സ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ, ഇഫ് യു ആർ നോട്ട് എ കമ്മ്യൂണിസ്റ്റ് അപ് ടു ദ ഏജ് ഓഫ് 20 യു ഹാവ് നോ ഹാർട്ട്, ആൻഡ് ഇഫ് യു ആർ സ്റ്റിൽ എ കമ്മ്യൂണിസ്റ്റ് ആഫ്റ്റർ ദ ഏജ് ഓഫ് 20 യു ഹാവ് നോ ബ്രെയിൻ. അതുപോലെ യുക്തിവാദം താൽക്കാലികമായ ഒരു ബിസിനസ്സാണ്. അത് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ഒരു വലിയ യുക്തിവാദി ഒരിക്കൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനം ഞാൻ വായിക്കേണ്ടായി. അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അതൊരു ക്ലീഷാണ്. ഈ യുക്തിവാദി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്ലീഷാണ്. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ യുക്തിവാദികളുടെ ഒരുപാട് സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ യുക്തിവാദമല്ല പ്രസംഗിക്കുക. അവരെന്നോട് ആവശ്യപ്പെടാറുള്ളത് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചും ശാസ്ത്രബോധത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ. അവർ പിന്നീട് അത് യുക്തിവാദമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടാകാം. ഞാൻ യുക്തിവാദം സംസാരിക്കാറില്ല. കാരണം എൻ്റെ ഒരു ചിന്താഗതി, യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവനവന് തോന്നുന്നതാണ് യുക്തി. എൻ്റെ യുക്തി എനിക്ക് തോന്നുന്നതാണ്, സുനിലിന് തോന്നുന്നതല്ല. അപ്പോൾ യുക്തിവാദം എന്ന് പറഞ്ഞാൽ അവനവന് തോന്നുന്നത് ശരിയാണ് എന്ന് വാദിക്കലാണ്. അതെന്തിനാ വേറൊരുത്തൻ്റെ ഇടയ്ക്ക് അടിച്ചപ്പോൾ? യുക്തിവാദി ശരിക്കും വേറൊരുത്തൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. നമുക്ക് ഓരോരുത്തർക്കും യുക്തി ഉണ്ടല്ലോ. ഒരുവന്റെ യുക്തിയിൽ അവന് തോന്നുന്ന കാര്യങ്ങൾ വേറൊരുവന്റെ യുക്തിയിൽ അവന് തോന്നുന്ന കാര്യങ്ങളുമായിട്ട് മല്ലടിക്കാൻ പാടില്ല. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ പ്രതികരിക്കേണ്ടി വരാം. ചില ആക്രമങ്ങൾ, ചില അനാശാസ്യമായ കാര്യങ്ങൾ, അത് യുക്തിവാദി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുക്തി ഇല്ലാത്തവൻ ആരായാലും അവൻ ചെയ്യുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ചില യുക്തികളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം കള്ളം പറയുന്നവൻ അവൻ കള്ളം പറയാൻ വേണ്ടി ചില യുക്തികൾ കണ്ടെത്തും. കൊലപാതകം ചെയ്യുന്നവൻ അവൻ കൊലപാതകം ചെയ്യാൻ വേണ്ടി ചില യുക്തികൾ കണ്ടെത്തും. എനിക്ക് ഓർമ്മ വരുന്നത്, ഡെയിൽ കാർണഗി അമേരിക്കയിലെ ജയിലുകളിൽ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവരുടെയൊക്കെ ഒരു സർവേ നടത്തേണ്ടായി. അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ അന്തം വിട്ടു. അതിലൊരൊറ്റ ആൾ പോലും തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നില്ല. കൊലപാതകം ചെയ്തവരെന്ന് പറഞ്ഞാൽ മറ്റൊരുവൻ്റെ ജീവൻ എടുക്കലാണ്. അപ്പോൾ അവരുടെ യുക്തി അതാണ്. അതുകൊണ്ട് ഏത് യുക്തിവാദി പ്രവർത്തിച്ചാലും അവരുടെ യുക്തിയെ അവർക്ക് വേണമെങ്കിൽ നേരെയാക്കാൻ പറ്റും, മറ്റൊരാളുടെ യുക്തിയെ നേരെയാക്കാൻ പറ്റില്ല. അത് മനുഷ്യൻ്റെ ഒരു ദൗർബല്യമാണ്. അതുകൊണ്ട് യുക്തിവാദികൾ ചെയ്യുന്നത് അവരവരിലേക്ക് ഒതുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. മറ്റുള്ളവരിലേക്ക് ഇത് പകരാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമലയിൽ മകരവിളക്ക് കത്തുന്നത് അത് കത്തിക്കുന്ന വിളക്കാണെന്ന് യുക്തിവാദികൾ പ്രചരിപ്പിച്ചു. എനിക്കത് പണ്ടേ അറിയാം അത് കത്തിക്കുന്ന വിളക്കാണെന്ന്. കാരണം അത് സർക്കാരിൻ്റെ സന്നാഹങ്ങളാണ് അത് കത്തിക്കുന്നത് എന്ന് വിചാരിച്ച് മകരവിളക്ക് തൊഴുന്നവരുടെ എണ്ണം എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ഓരോ വർഷവും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ യുക്തി അംഗീകരിക്കാൻ അത് അറിയുന്നവർ പോലും, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലും പോലീസിലുള്ള മിക്കവർക്കും അറിയാതെ കത്തിക്കുന്നതാണെന്ന്. കാരണം ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റോട് ചേർന്നാണ് അവിടെ നിലവിളക്ക് കത്തിക്കുന്നത്, അവിടെ തീയിടുകയും ചെയ്യുന്നുണ്ട്. അതാണ് കണ്ടിട്ട് എല്ലാവരും തൊഴുന്നത്. അതിലെന്താ തെറ്റ്? അതൊരു വെളിച്ചം. ഇപ്പം നമ്മൾ പലരും വീട്ടിൽ നിലവിളക്ക് കത്തിച്ചിട്ട് തൊഴാറില്ലേ? അതുപോലെയുള്ളൊരു സങ്കല്പമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ യുക്തി വേറൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക ബുദ്ധിമുട്ടാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു പഠനത്തിൽ ഒരിടത്ത് കൊടുത്തുകൊണ്ടായി, ഒരാശയം ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ രണ്ട് കാര്യത്തിനേ കഴിയുള്ളൂ. ഒന്നെന്താണെന്നറിയാമോ? ഒന്ന് മതത്തിന്, ഒന്ന് രാഷ്ട്രീയത്തിന്. ഇത് രണ്ടിലും ആളുകൾ കണ്ണടച്ച് വിശ്വസിക്കും. വേറെ ഒന്നിനും യുക്തിവാദത്തിന് വളരാൻ കഴിയാഞ്ഞ അതുകൊണ്ടാണ്. യുക്തിവാദികളുടെ ഒരുപാട്, ഇപ്പം ഹെഗലിൻ്റെ കാലം മുതൽ തന്നെ കാർൽ മാർക്സിൻ്റെ ഗുരുവായിട്ട് പറയപ്പെടുന്ന ഹെൻറി ഹെഗലാണ്. ഈ ഹെഗലിൻ്റെ കാലം, ഹെഗൽ യുക്തിവാദിയായിരുന്നു. പക്ഷേ ഹെഗലിൻ്റെ യുക്തിവാദത്തിൽ യുക്തിയില്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കാർൽ മാർക്സ് ആൻറ്റി ഹെഗൽ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആൻറ്റി ഡ്യൂറിങ്ങിൽ ഹെഗലിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട്, ആൻറ്റി ഡ്യൂറിങ്, അതിനകത്ത് ഹെഗലിൻ്റെ യുക്തിവാദത്തെ കാർൽ മാർക്സ് ಖಂಡಿക്കുന്നുണ്ട്. അപ്പോൾ യുക്തിവാദത്തിന് ഭാവി കുറവാണ്, അവനവനിലേക്ക് ഒതുങ്ങുന്ന ഒരു വാദമായിട്ട് നിൽക്കുകയുള്ളൂ. പക്ഷേ വിശ്വാസത്തിനും, ദൈവവിശ്വാസത്തിനും വിശ്വാസമില്ലായ്മയ്ക്കും രണ്ടും ഉണ്ടാവും. എൻ്റെ കണക്കിൽ ഏതാണ്ട് ഇങ്ങനെ ഈ പ്രൊപ്പറേഷനിൽ തന്നെ നിലനിൽക്കുന്നത്. മാത്രമല്ല ഓർഗനൈസ്ഡ് മതങ്ങൾ ഇനിയും വളരും. ഇപ്പം തന്നെ ലോകത്ത് 31% ക്രിസ്ത്യൻസ് ഉണ്ട്, ഏതാണ്ട് 27% മുസ്ലിംസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ തന്നെ എത്രയായി?
ഇത് രണ്ടും കൂടെ തന്നെ ഏതാണ്ട് 58-59%. ഹിന്ദു മതമുണ്ട് 16%. ഇങ്ങനെ പല മതങ്ങളുണ്ട്. ഈ മതങ്ങളൊന്നും ലോപിക്കുന്നതായിട്ട് കാണുന്നില്ല. നോക്കൂ, കഴിഞ്ഞൊരു 10 കൊല്ലത്തെ കണക്കെടുത്ത് നോക്കൂ. ഈ മതങ്ങളെല്ലാം കൂടുതൽ ശക്തി ആർജിച്ചിട്ടുള്ളൂ. എന്താ കാര്യം? മനുഷ്യൻ്റെ ചില വീക്ക് പോയിൻറ്റ്സിൽ കയറി പിടിക്കാൻ അവർക്കറിയാം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ വരുമ്പോഴാണ് ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നത്. ആ ദൈവവിശ്വാസത്തിലേക്ക് പോകുന്ന സമയമാണ് ഈ മതങ്ങളും അവരെ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ഒരു മരണം ഒരു വീട്ടിൽ നടന്നാൽ ഉടനെ മത പുരോഹിതന്മാരും മതാധ്യക്ഷന്മാരും ഒക്കെ അവിടെ എത്തും. എന്താ, അതൊരു വീക്ക് പോയിൻ്റാണ്. പണ്ട് കോളേജുകളിൽ ഞാൻ കാണാറുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോൾ ചില ആൺകുട്ടികൾ കയറി അവരെ സഹായിക്കാൻ നിൽക്കും. അങ്ങനെയാണ് അവരൊരു അപ്രോച്ച് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് അതുപോലെയുള്ള ഡീലാണ് ഈ മതങ്ങളും ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഒരു പേഴ്സണൽ കാര്യം കൂടി ചോദിക്കുകയാണ്. സാർ ദൈവവിശ്വാസിയാണ്? ഞാൻ അരൂപിയായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ആരാധനകളൊന്നും ചെയ്യാറില്ല. ഞാൻ ക്ഷേത്രങ്ങൾ, എനിക്ക് എൻ്റെ ബുദ്ധി ഉറച്ച പോലെ ഞാൻ ഒരു 8, 10, 11 വയസ്സ് വരെയൊക്കെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഒക്കെ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു. 13 വയസ്സ് ആയപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അമൂർത്തമായിട്ട് രൂഢമൂലമായിട്ട് ചിന്തിച്ചു. ഞാൻ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് ദിവസങ്ങളോളം മൗനവ്രതമെടുത്ത് ഞാൻ ഈ ദൈവസങ്കല്പത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ടുണ്ട്, ലോങ് ആയിട്ട്. അപ്പോൾ ഒരു 13-14 വയസ്സായതിനു ശേഷം ഞാൻ ക്ഷേത്രങ്ങളിലൊന്നും തൊഴാറില്ല. അപ്പം ഒരിക്കൽ എൻ്റെ അമ്മ എന്നോട് ശബരിമല പോകണമെന്ന് പറഞ്ഞു. അമ്മയുടെ ഒരു നേർച്ചയാണത്ര. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്, അന്ന് ഹയർ സെക്കൻഡറിക്കാരും പ്രീ ഡിഗ്രിക്കാണ്. അപ്പോൾ ഞാനതിനെ എതിർത്തില്ല. ഞാൻ ശബരിമല പോയി. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, വ്രതമൊക്കെ എടുത്ത് മാലയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് ശബരിമല പോകുന്നത്. അപ്പോൾ ഞാനന്ന് ഹോസ്റ്റലിൽ താമസിക്കുക. അപ്പോൾ അമ്മയെ വിഷമിക്കണ്ടെന്ന് എഴുതി ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു മാലയൊക്കെ വാങ്ങിയിട്ടു. എന്നിട്ട് അമ്മ പറഞ്ഞ ദിവസം എൻ്റെ പിറ്റേ ദിവസം എൻ്റെ അയലത്തുകാരൻ്റെ കൂടെ ശബരിമലയൊക്കെ പോയി. അപ്പോൾ അമ്മ ഹാപ്പിയായി. അപ്പോൾ അങ്ങനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചില ഒത്തുതീർപ്പുകളൊക്കെ വേണ്ടി. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഗ്രഹത്തെയും ഒരു ആരാധനാക്രമത്തെയും ഞാൻ അംഗീകരിക്കുന്നില്ല. മറിച്ച് അദൃശ്യമായ ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന, അത് ഞാൻ അരബിന്ദോയുടെയും ഒക്കെ കൃതികൾ വായിക്കുമ്പോൾ എൻ്റെ ചിന്തകൾ കൂടുതൽ ഷാർപ്പായി വരിക ചെയ്തത്. ഡോക്ടർ രാധാകൃഷ്ണൻ്റെയും ഒക്കെ. എന്നാൽ അവരൊക്കെ ഈ പ്രത്യക്ഷ വിശ്വാസത്തിൽ ചെയ്തിരുന്ന പല ആളുകളുണ്ട്. പക്ഷേ അതിനൊക്കെ അതീതമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത അത്ര ഉള്ള ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ദൈവവിശ്വാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ റേസ് ടു സക്സസിലൂടെ സംസാരിച്ചത്. മഹാദേവൻപിള്ള സാർ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. സാർ, താങ്ക് യു സോ മച്ച്. നന്ദി. ഇന്നത്തെ റേസ് ടു സക്സസ് ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.